കേരളം കണ്ട ഏറ്റവും ആർഭാടമുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ ആരാണ് എന്ന് ചോദിച്ചാൽ താൻ പറയും പിണറായി വിജയനാണ് എന്നാണ് സാബു ജേക്കബ് പറയുന്നത്. സാബു ജേക്കബിനെ അറിയാമല്ലോ, കിറ്റക്സിന്റെ മുതലാളി. വിദേശ യാത്രകളിൽ ഒറ്റ രാത്രി താമസിക്കുവാൻ 4-5 ലക്ഷം രൂപ വരെയാണ് പിണറായിക്ക് വേണ്ടി മുടക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ ആർഭാട ജീവിതമാണ് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അകറ്റിയത് എന്നും മുഖ്യമന്ത്രിയുടെ സ്വഭാവം പകലും രാവും പോലെയല്ല, പകലും വർഷവും പോലെ മാറിപ്പോയി എന്നും സാബു ജേക്കബ് ഒരു അഭിമുഖത്തിൽ പറയുന്നതാണ് ഈ വീഡിയോയ്ക്ക് ആധാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആർഭാട ജീവിതമാണ് തന്നെ അകറ്റിയതെന്ന് 2020 സ്ഥാപകനും കിറ്റക്സിന്റെ MD-യുമായിട്ടുള്ള സാബു ജേക്കബ് പറഞ്ഞു വെക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ചിലത് മനസ്സിലാക്കുക. 2016-2021 കാലയളവിൽ പിണറായി സർക്കാർ നടപ്പാക്കിയ 80% പദ്ധതികളും തന്റെ ബുദ്ധിയിൽ ഉദിച്ച ആശയങ്ങളാണ് എന്നുകൂടി സാബു ജേക്കബ് വെളിപ്പെടുത്തുകയാണ്. അക്കാലയളവിൽ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് കൂടിക്കാഴ്ച നടത്തി പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ടായിരുന്നുവെന്ന് തന്നെയാണ് സാബു ജേക്കബ് ആ അഭിമുഖത്തിൽ പറയുന്നത്. താൻ നൽകിയ ആശയങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും താൻ നിർദ്ദേശിച്ച പദ്ധതികളാണ് അന്നത്തെ സർക്കാർ നടപ്പിലാക്കിയത് എന്നുകൂടി സാബു ജേക്കബ് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. പിതാവിന്റെ കാലം മുതൽ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടും നല്ല ബന്ധമുണ്ടായിരുന്നു. 2005 പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലം മുതലാണ് ഒരു വ്യക്തിബന്ധം തന്നെ ആരംഭിച്ചത്. ഇരട്ടച്ചങ്കൻ എന്ന വിശേഷണത്തിന് ഒരു പരിധിവരെ സത്യമുണ്ടായിരുന്നുവെന്നും ചികിത്സയ്ക്കായി അദ്ദേഹം വീട്ടിലെത്തിയപ്പോഴാണ് അടുപ്പത്തിലായത് എന്നുകൂടി അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് അദ്ദേഹത്തോടൊപ്പം കൂടിയത് തന്നെ. എന്നാൽ മുഖ്യമന്ത്രിയുടെ ആർഭാട ജീവിത രീതിയാണ് അദ്ദേഹവുമായിട്ട് ഉള്ള ഒരു അകൽച്ച വർദ്ധിപ്പിച്ചത് എന്നാണ് സാബു ജേക്കബ് പറയുന്നത്. പല വിദേശയാത്രകളിലും പിണറായി വിജയനൊപ്പം താൻ ഉണ്ടായിരുന്നതായിട്ടും താനില്ലാതെ അദ്ദേഹം വിദേശയാത്രകൾ നടത്തിയിട്ടില്ല എന്ന് തന്നെ പറയാമെന്നും സാബു ജേക്കബ് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിയുടെ സ്വഭാവത്തിൽ പിന്നീട് വന്ന മാറ്റങ്ങൾ എന്ന് പറയപ്പെടുന്നത് വലുതായിരുന്നു. കുടുംബത്തോടുള്ള അമിതമായിട്ടുള്ള വാത്സല്യം വർദ്ധിച്ചു. വിദേശയാത്രകളിൽ മുഖ്യമന്ത്രിയുടെ ജീവിതം ആർഭാടം നിറഞ്ഞതായി മാറി. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ആർഭാടമുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ പിണറായി വിജയൻ ആയിരിക്കുമെന്ന് തന്നെയാണ് സാബു ജേക്കബ് അഭിപ്രായപ്പെടുന്നത്. ഒരു രാത്രി താമസത്തിനായിട്ട് 4 മുതൽ 5 ലക്ഷം രൂപ വരെ മുടക്കുന്നതിനെ കുറിച്ച് കൂടി സാബു ജേക്കബ് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്റെ അഭിപ്രായങ്ങൾ മുഖത്ത് നോക്കി തന്നെ പറയുകയും ചെയ്തിരുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ പലപ്പോഴും മുഖ്യമന്ത്രി മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറായിട്ടുണ്ട് എങ്കിലും അദ്ദേഹത്തിന്റെ സ്വഭാവം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പകലും രാവും പോലെയല്ല, പകലും വർഷം പോലെയായിരുന്നു മാറിപ്പോയത് എന്നാണ് സാബു ജേക്കബ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരിക്കലും അദ്ദേഹവുമായിട്ടൊരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് മുതിർന്നിട്ടില്ല എന്നുകൂടി സാബു ജേക്കബ് പറഞ്ഞു വെക്കുന്നുണ്ട്. സാബു ജേക്കബ് പറയുന്ന കാര്യങ്ങൾ തന്റെ ആശയത്തിൽ ഒരുപാട് പദ്ധതികൾ എഴുതി കൊടുത്തിരുന്നു. അതൊക്കെ റെക്കോർഡാണ് എന്ന് കൂടി അദ്ദേഹം പറയുന്നു. അക്കാലത്ത് താൻ നിർദ്ദേശിച്ച പദ്ധതികളാണ് പിണറായി വിജയൻ നടപ്പിലാക്കിയത് എന്ന് കൂടി പറയുന്നുണ്ട്. തന്റെ പിതാവ് ഉണ്ടായിരുന്ന കാലം മുതലേ എല്ലാ നേതാക്കന്മാരുമായിട്ടും അത്തരത്തിലുള്ള ബന്ധം ഉണ്ടായിരുന്നു, രാഷ്ട്രീയം നോക്കാതെ. 2005 പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലം മുതൽ അദ്ദേഹവുമായിട്ട് നല്ല ഒരു ബന്ധം തുടർന്നു. ആ ബന്ധം ഇങ്ങനെ തുടർന്നു പോകും, അനുസ്യൂതം തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹവുമായിട്ട് പലപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുള്ളത്. പല വിദേശ യാത്രകളിലും പിണറായി വിജയനോടൊപ്പം പോകാൻ കഴിയുകയും ചെയ്തിരുന്നു. പല യാത്രകളിലും താനില്ലാതെ അദ്ദേഹം യാത്ര ചെയ്തിട്ടില്ല എന്നുകൂടി സാബു ജേക്കബ് പറയുമ്പോൾ സാബു ജേക്കബും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം എത്രത്തോളം വലുതായിരുന്നു എന്ന് മനസ്സിലാക്കുക. സത്യത്തിൽ കേരളം കണ്ട ഏറ്റവും ആർഭാടമുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയുക പിണറായി വിജയനാണ് എന്നുള്ളതാണ്. ഒരു ദിവസത്തെ താമസത്തിന് 4-5 ലക്ഷം രൂപ മുടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും കേട്ടുകേൾവിയുണ്ടോ? 4000-ഓ 5000-ഓ അല്ല മുടക്കുന്നത്, 4-5 ലക്ഷം രൂപയാണ് ഒരു ദിവസത്തെ രാത്രിക്ക് ചെലവഴിക്കുന്നത് എന്നുള്ള. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലുള്ള ഇദ്ദേഹത്തിന്റെ ഈ ആർഭാടം എന്ന് പറയപ്പെടുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഒരു സോഷ്യലിസ്റ്റുകാരന് ചേർന്നതാണോ? സാബു ജേക്കബ് ഇതൊക്കെ അദ്ദേഹത്തോട് മുഖത്ത് നോക്കി പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും സ്വഭാവ മാറ്റത്തെക്കുറിച്ചുമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ സാബു ജേക്കബ് എന്ന് പറയപ്പെടുന്ന വ്യവസായിയോട് ഏത് തരത്തിലുള്ള അനുഭവമാണ് അല്ലെങ്കിൽ അനുകമ്പയാണ് കാട്ടിയിട്ടുള്ളത്? ഒരു തരത്തിലുമില്ല. ഈ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ സാബു ജേക്കബ് ഇപ്പോൾ ഈ പറയുന്ന അഭിമുഖത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയപ്പെടുന്നത് പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ ആകരുത് എന്നുള്ളതിന്റെ ഉദാഹരണങ്ങളായിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാരനോട് അല്ലെങ്കിൽ ഒരു സോഷ്യലിസ്റ്റിനോട് ഏത് തരത്തിൽ നമുക്ക് ബന്ധപ്പെട്ടു പോകാം, അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് എങ്ങനെ നമുക്ക് ഒരു നല്ല ബന്ധം സ്ഥാപിച്ചു പോകാം എന്നത് എപ്പോഴും ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ഇത്രയും ആർഭാടപ്രിയനായ, ഇത്രയും ബൂർഷാസിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ എന്ന് ഇങ്ങനെ സാബു ജേക്കബ് തുറന്നു വിളിച്ചു പറയുമ്പോൾ സാബു ജേക്കബിനോട് സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന ഒരു ഈർഷ്യയുണ്ട്. ആ ഈർഷ്യയുടെ പുറത്ത് തന്നെയാണ് സാബു ജേക്കബിന്റെ കിറ്റക്സ് എന്ന് പറയപ്പെടുന്നത് ഇന്ന് തെലങ്കാനയിലേക്ക് എത്തി നിൽക്കുന്നത്. കോടികളുടെ ബിസിനസ് ഉണ്ടാക്കി എടുക്കുവാൻ സാമ്രാജ്യം കെട്ടിപ്പടുത്ത കിറ്റക്സിന്റെ മുതലാളിയായിട്ടുള്ള സാബു ജേക്കബിന്
ഈ എറണാകുളം എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ജോലി ചെയ്ത് ജീവിക്കുവാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യവസായം നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വണ്ണം വലിയ അകലമുണ്ടായി പോയിരിക്കുന്നു പിണറായി വിജയനും സാബു ജേക്കബും തമ്മിൽ. മാത്രമല്ല അവിടെ രണ്ട് പാർട്ടികളായി തീർന്നിരിക്കുന്നു. ഒരു പാർട്ടി എന്ന് പറയപ്പെടുന്ന 2020 എന്ന് പറയപ്പെടുന്ന സാബു ജേക്കബിന്റെ പാർട്ടിയും മറ്റൊന്ന് CPM എന്ന് പറയപ്പെടുന്ന പിണറായിയുടെ പാർട്ടി. കണ്ണിൽ നോക്കിയാൽ ശത്രുക്കളായി മാറുന്ന രീതിയിലേക്ക് എത്തപ്പെടുന്ന തരത്തിലുള്ള വലിയ സ്നേഹിതരായിരുന്നു അല്ലെങ്കിൽ വലിയ സുഹൃത്തുക്കളാണ് ഇപ്പോൾ ഇങ്ങനെ രണ്ടറ്റത്തായി മാറി നിൽക്കുന്നത്. അങ്ങനെ സാബു ജേക്കബിന് പിണറായി വിജയനെ കുറിച്ച് പറയുവാൻ 100 നാവാണ്. കാരണം ഇത്തരത്തിൽ ആർഭാടപ്രിയനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ താൻ കണ്ടിട്ടില്ല എന്ന് പറയപ്പെടുമ്പോൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ചെയ്തികൾ എന്തൊക്കെയാണ് എന്ന് പുറത്തു വരുമ്പോഴും പലതും നമ്മുടെ സഖാക്കളും ഈ CPMന്റെ അണികളും സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരും ചിലപ്പോൾ അംഗീകരിക്കില്ല, ചിലപ്പോൾ വിശ്വസിക്കില്ല. പക്ഷെ പലതും വിശ്വസിക്കേണ്ടി വരുന്നു ഇതുപോലുള്ള സാബു ജേക്കബിനെ പോലുള്ളവർ തുറന്നു പറയുമ്പോൾ. ഈ തുറന്നു പറച്ചിലുകളിൽ വളരെ കൃത്യമാണ് ഇതുവരെ ചെയ്തു കൂട്ടിയ എല്ലാ തരത്തിലുള്ള വൃത്തികേടുകൾക്ക് പിന്നിലും പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ കയ്യൊപ്പുണ്ട്, മൗനാനുവാദമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള മൗനാനുവാദത്തിൽ നിൽക്കുന്ന വിജയനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് CPM എന്ന് പറയപ്പെടുന്ന പാർട്ടി മുന്നോട്ട് പോകുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു വലിയ സ്ഥിതിവിശേഷത്തിലേക്ക് പാർട്ടിയെ കൊണ്ടെത്തിക്കുന്നതിൽ ഈ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്, ഈ സോഷ്യലിസ്റ്റ് ചിന്തകനൊക്കെ വലിയ റോളുണ്ട്, വലിയ പങ്കുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ സാബു ജേക്കബിനെ പോലെ വ്യവസായം നടത്തുവാൻ ആഗ്രഹിച്ചിരുന്നവരെ കേരളത്തിൽ നിന്ന് പടിയടച്ച് പിണ്ടം വയ്ക്കുന്ന സമീപനം എന്തുകൊണ്ട് പിണറായി വിജയൻ സ്വീകരിച്ചു എന്നതിന്റെ ഉദാഹരണവും ഒപ്പം തന്നെ എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടായത് എന്നുള്ള കാരണവുമാണ് ഇപ്പോൾ സാബു ജേക്കബ് പറഞ്ഞു വെക്കുന്നത്. സാബു ജേക്കബിനെ പോലുള്ള ഇത്രയും ആർഭാടപൂർണ്ണമായിട്ട് മുഖ്യമന്ത്രി താമസിക്കേണ്ടതുണ്ടോ എന്ന് തെറ്റ് വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ, അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഈ സാബു ജേക്കബിനെ പോലുള്ളവരെ ഈ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ നിന്നും കട്ട് ചെയ്തു. ആ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ നിന്ന് കട്ട് ചെയ്തവർക്ക് പിന്നെ ഈ സംസ്ഥാനത്ത് തുടരാനുള്ള ഒരു അവകാശവും ഇല്ല എന്ന് അദ്ദേഹം തിട്ടൂരം പ്രഖ്യാപിച്ചു. ആ തിട്ടൂരമാണ് ഇവിടെ കിറ്റക്സിന്റെ സ്ഥാപനത്തെ ഇവിടെ നിന്നും അങ്ങ് ആന്ധ്രയിലേക്ക് കൊണ്ടുപോകേണ്ടി വന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ്. എന്തായാലും കോടിക്കണക്കിന് ബിസിനസ് നടത്തുവാൻ എന്തായാലും സാബു ജേക്കബിന് കഴിഞ്ഞു. മറ്റു സംസ്ഥാനത്താണെങ്കിലും ഇവിടെ നമ്മുടെ ജനങ്ങൾക്ക്, ഇവിടുത്തെ സാധാരണക്കാർക്ക് ലഭിക്കേണ്ട തൊഴിൽ സാധ്യതകളെ ഇല്ലാതാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഈ CPMഉം ഈ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന ആർഭാട കമ്മ്യൂണിസ്റ്റുമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച